വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ജോഗ്രഫി ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്റ്റിംഗ് പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ വേൾഡ്, ഇന്ത്യ, അതുപോലെ തന്നെ കേരളം എന്നീ ഭാഗത്തു നിന്നും പി എസ് സി കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യങ്ങളും ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ മുൻ വർഷ ചോദ്യങ്ങൾ, ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അങ്ങനെ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ളതും RRB റിലേറ്റഡുമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. തന്നിരിക്കുന്നവയിൽ ഓസോൺ സ്ഫിയറുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ ഓസോണോസ്ഫിയറുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഓസോണോസ്ഫിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താ പറയുന്നത്, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമാണ് ഓസോണോസ്ഫിയർ എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണല്ലേ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമാണ് ഓസോണോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമാണ്. അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന ഇതാണ് ഓസോണോസ്ഫിയർ ആണ്. ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സനും ചേർന്നാണ് ഓസോണോസ്ഫിയർ കണ്ടെത്തിയത്. ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സനും ചേർന്നാണ് ഓസോണോസ്ഫിയർ കണ്ടെത്തിയത്. ശരിയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഓസോണിൻ്റെ 91% ഈ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഓസോണിൻ്റെ 91% കാണപ്പെടുന്ന എവിടെയാണ്? ഓസോണോസ്ഫിയറിലാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമാണ് ഓസോണോസ്ഫിയർ. അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതാണ് ഓസോണോസ്ഫിയർ ആണ്. ഓസോണിൻ്റെ കൂടുതൽ പങ്കിൽ 91% കാണപ്പെടുന്നത് ഈ ഓസോണോസ്ഫിയറിലാണ്. ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സനും ചേർന്നാണ് ഓസോണോസ്ഫിയർ കണ്ടെത്തിയത്. ആരൊക്കെ ചേർന്നിട്ടാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സനും ചേർന്നാണ്. 1913 ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞരായ ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സനും ചേർന്ന് ഓസോൺ പാളി കണ്ടെത്തിയത്. അപ്പോൾ ഈ ഓസോൺ പാളി ആരാണ് കണ്ടെത്തിയത്? ആരൊക്കെയാണ് കണ്ടെത്തിയത്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സനും ചേർന്നാണ്. നമ്മൾ ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലേ. ഓസോൺ കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സനും ചേർന്നാണ് ഓസോൺ പാളി കണ്ടെത്തിയത്. പിന്നെ ഈ ഓസോൺ പാളി എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോക്സൈൽ, ആറ്റോമിക് ക്ലോറിൻ, ആറ്റോമിക് ബ്രോമിൻ എന്നിവയുൾപ്പെടെയുള്ള ഫ്രീ റേഡിക്കൽ കാറ്റലിസ്റ്റുകളാൽ ഓസോൺ പാളി ശോഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഓസോൺ പാളി കുറേ നാളുകളായിട്ട് ശോഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് അറിയാലോ. ഈ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ മൂലകങ്ങൾ അല്ലെങ്കിൽ വാതകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോക്സൈൽ, ആറ്റോമിക് ക്ലോറിൻ, ആറ്റോമിക് ബ്രോമിൻ എന്നിവയുൾപ്പെടെയുള്ള ഫ്രീ റേഡിക്കൽ കാറ്റലിസ്റ്റുകളാൽ ഓസോൺ പാളി ശോഷണം ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. പ്രധാനമായും ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന വാതകമാണ് ഇതിന് കാരണം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. നമ്മൾ ഓപ്ഷനിൽ തരുന്നതിൽ ഫസ്റ്റ് നമുക്ക് ക്ലോറോ ഫ്ലൂറോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന വാതകമാണ് ഓസോൺ ശോഷണത്തിന് ഏറ്റവും കൂടുതലായിട്ട് കാരണം. നെക്സ്റ്റ്, ഓസോൺ സംരക്ഷണ ഉടമ്പടി മോൺട്രിയോൾ പ്രോട്ടോകോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓസോൺ സംരക്ഷണ ഉടമ്പടി എന്നാണ് അറിയപ്പെടുന്നത്. മോൺട്രിയോൾ പ്രോട്ടോകോൾ എന്നാണ് അറിയപ്പെടുന്നത്. ചോദിക്കാറുണ്ട്. അപ്പോൾ ഓസോണുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറേ പോയിന്റ്സ് പറഞ്ഞു, എല്ലാം പഠിച്ചു വയ്ക്കാം കേട്ടോ. 1987 സെപ്റ്റംബർ 16 ഉടമ്പടി അംഗീകരിച്ചത്. അപ്പോൾ ഈ ഒരു ഉടമ്പടി, ഓസോൺ ഉടമ്പടി അല്ലെങ്കിൽ മോൺട്രിയോൾ പ്രോട്ടോകോൾ ഉടമ്പടി എന്നാണ് അംഗീകരിച്ചത്? 1987 സെപ്റ്റംബർ 16 ഉടമ്പടി അംഗീകരിക്കുന്നത്. കാരണം സെപ്റ്റംബർ 16 പ്രത്യേകത എന്താണ്? രാജ്യാന്തര ഓസോൺ ദിനമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്ന ഇതാണ് സെപ്റ്റംബർ 16. 1987 സെപ്റ്റംബർ 16 ഈ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. അതിനാലാണ് ഓസോൺ എന്ന് പറയുന്നത് ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ 16. അപ്പോൾ ഓസോണിനെ കുറിച്ച് എന്തൊക്കെയാണോ പറഞ്ഞത്?
ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ ഓസോൺ കാണപ്പെടുന്നത് അല്ലേ. ഓസോണിൻ്റെ 99% കാണപ്പെടുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമായ ഓസോണോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ഈ ഓസോൺ കണ്ടെത്തിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞരാണ് അല്ലേ. 1913 കണ്ടെത്തുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സണും ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണോ പറഞ്ഞത്? ഓസോൺ ശോഷണം നടക്കുന്നുണ്ട്. ഈ ഓസോൺ ശോഷണത്തിന് കാരണമായിട്ടുള്ള വാതകങ്ങളാണ് നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോക്സൈൽ, ആറ്റോമിക് ക്ലോറിൻ, ആറ്റോമിക് ബ്രോമിൻ എന്നിവ എന്തിന് കാരണമാകുന്നുണ്ട്? ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നത്. അതിലെ പ്രധാനമായ വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന പ്രധാനമായ വാതകമാണ്. ഓസോൺ ശോഷണത്തിന് കാരണമായ പ്രധാനമായ വാതകം എന്ന് പറയുന്നത് ഇതാണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഇനി ഓസോൺ സംരക്ഷണ ഉടമ്പടി അറിയപ്പെടുന്നതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നാണ് അല്ലേ. ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെക്കുന്ന 1987 സെപ്റ്റംബർ 16 ഈ ഉടമ്പടി അംഗീകരിക്കുന്നത്. 1987 സെപ്റ്റംബർ 16 അംഗീകരിക്കുന്നത്. അതിനാൽ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതൊക്കെ ചോദിച്ച് കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പുതിയ നമുക്ക് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. 2025 ചോദിച്ച PSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായി ബന്ധപ്പെട്ട ശരിയായവ തിരഞ്ഞെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാമല്ലോ. നോക്കിയേ, തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഇന്ത്യയിൽ മൺസൂണിനെ കാരണമാകുന്നുണ്ട്. ശരിയാണോ? ഏതാണ് ഇന്ത്യയിൽ മൺസൂണിനെ കാരണമാകുന്നതാണ്? തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളാണ് ഇന്ത്യയിൽ മൺസൂണിനെ കാരണമാകുന്നത്. തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ്? വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റാണല്ലേ. നെക്സ്റ്റ് എന്താണ്? സൂര്യൻ ഹിമാലയത്തോട് ചേർന്ന് വരുമ്പോഴാണ് ഇന്ത്യയിൽ മൺസൂൺ ആരംഭിക്കുന്നത്. സൂര്യൻ ഹിമാലയത്തോട് ചേർന്ന് വരുമ്പോഴാണ് ഇന്ത്യയിൽ മൺസൂണിൻ്റെ ആരംഭം. അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ്? സൂര്യൻ്റെ ദക്ഷിണായന കാലമാണ് ഇന്ത്യയിൽ മൺസൂൺ തുടക്കം കുറിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളാണ് ഇന്ത്യയിൽ മൺസൂണിന് കാരണമാകുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായിട്ട് പറഞ്ഞതിൽ നമുക്ക് ശരിയായിട്ടുള്ളത് ഇതാണ്, തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഇന്ത്യയിൽ മൺസൂണിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ ഹിമാലയത്തോട് ചേർന്ന് വരുമ്പോഴാണ് ഇന്ത്യയിൽ മൺസൂൺ ആരംഭിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിലെ തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖ മുറിച്ച് ദക്ഷിണാർദ്ധഗോളത്തിലെത്തുമ്പോൾ കോറിയോലിസ് ബലത്തിൻ്റെ ഫലമായി തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്നതാണ് ഇന്ത്യയിൽ മൺസൂണിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത് SCERT പോയിന്റ് ആണ് അല്ലേ. ഉത്തരാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖ മുറിച്ച് എവിടേക്ക് എത്തും? ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് എത്തും. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ എന്തുണ്ട്? തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളുണ്ട്. അതെങ്ങോട്ട് ചെല്ലാണ്? ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് എത്താണ്. എങ്ങനെയാണ് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് എത്തുന്നത്? ഭൂമധ്യരേഖ മുറിച്ചിട്ടാണ് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ കോറിയോലിസ് ബലം ഉണ്ട് അല്ലേ. കോറിയോലിസ് ബലത്തിൻ്റെ ഫലമായിട്ട് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഇത് വീശാണ്. ഏത്? തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എങ്ങോട്ടാണ് വീശുന്നത്? തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് വീശാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മൺസൂൺ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മൾ എന്താ പറഞ്ഞത്? ഉത്തരാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളുണ്ട്. ഇത് ഭൂമധ്യരേഖ മുറിച്ചിട്ട് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് കടക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്തായി മാറും? തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വീശും. അപ്പോഴാണ് ഇന്ത്യയിലെ മൺസൂൺ ആരംഭിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഭാഗമായ അറബിക്കടൽ ശാഖ 3 പിരിയുകയും അതിൽ ഒരു ശാഖയെ പശ്ചിമഘട്ട മലനിരകളിൽ തടഞ്ഞു നിർത്തി കേരളത്തിൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേരളത്തിലാണ് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ എങ്ങനെയാണ് മൺസൂൺ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇനി കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നത്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഭാഗമായ അറബിക്കടൽ ശാഖ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടോ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഭാഗമാണ് ഈ അറബിക്കടൽ ശാഖ എന്ന് പറയുന്നത്. തന്നെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഭാഗമാണ്. ഈ അറബിക്കടൽ ശാഖ 3 പിരിയാണ്. അതിൽ 3 പിരിഞ്ഞിട്ട് ഒരു ശാഖയുണ്ടല്ലോ, അതിലൊരു ശാഖ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? കേരളത്തിൽ മഴ പെയ്യുന്നു.
അറബിക്കടലിൻ്റെ ഭാഗമായ രണ്ടാമത്തെ ശാഖ ഒരു ശാഖ നമ്മൾ പറഞ്ഞു കേരളത്തിലേക്കാണ് എത്തുന്നതെന്ന് അല്ലേ, അങ്ങനെ മഴ പെയ്യാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ശാഖ മുംബൈ ഭാഗത്തേക്ക് നീങ്ങിയ ശേഷം നർമ്മദ താപ്തി താഴ്വരകളിലൂടെ സഞ്ചരിച്ച് മധ്യ ഇന്ത്യയിൽ മഴ പെയ്യുകയും ശേഷം ഗംഗാ സമതലത്തിലെത്തി ബംഗാൾ ഉൾക്കടൽ ശാഖയുമായി കൂടിച്ചേരുകയും ചെയ്യുന്നു. അറബിക്കടലിൻ്റെ രണ്ടാമത്തെ ഭാഗം എങ്ങോട്ടാണ് പോകുന്നത്? രണ്ടാമത്തെ ശാഖ എങ്ങോട്ടാണ് പോകുന്നത്? മുംബൈ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ എന്തുണ്ട്? നർമ്മദ താപ്തി താഴ്വരകളുണ്ട്. ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് ഇന്ത്യയുടെ മധ്യത്തിലോ അപ്പോൾ എന്ത് സംഭവിക്കും? മഴ പെയ്യും. അതിനുശേഷം ഗംഗാ സമതലത്തിലെത്തും. ഗംഗാ സമതലത്തിലേക്ക് പോകാണ്. അവിടെ നിന്ന് നേരെ ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേരാണ് ചെയ്യുന്നത്. അറബിക്കടൽ ശാഖ ലാസ്റ്റ് എന്ത് സംഭവിച്ചു? ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേർന്നു അല്ലേ. അതെങ്ങനെയാണ് ചേർന്നത്? രണ്ടാമത്തെ ശാഖ എങ്ങോട്ട് പോകുകയാണ് ചെയ്യുന്നത്? മധ്യേന്ത്യയിലേക്ക് പോകുക അല്ലേ. അതായത് മുംബൈ ഭാഗത്തേക്ക് കൂടെ സഞ്ചരിച്ചിട്ട് മധ്യേന്ത്യയിലേക്ക് പോകും. അവിടെ നർമ്മദ താപ്തി താഴ്വരകളൊക്കെ ഉണ്ട്. അതിൽ കൂടെ ഒക്കെ പോയി പിന്നെ ഇതിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ മഴ പെയ്യിക്കുന്നുണ്ട് കേട്ടോ, മധ്യത്തിൽ മഴ പെയ്യിക്കുന്നുണ്ട്. അതിനുശേഷം അത് ഗംഗയിലേക്ക് പോയി ഗംഗാ സമതലത്തിൽ എത്തിയിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേർന്നത്. ഇനി അറബിക്കടലിൻ്റെ ഭാഗമായ മൂന്നാമത്തെ ശാഖ, നമ്മൾ 2 ശാഖ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ശാഖ എങ്ങോട്ടാണ് പോകുന്നത്? ഗുജറാത്തിലെ സ്വരാഷ്ട്ര ഉപദ്വീപിലും കച്ച് മേഖലയിലും മഴ പെയ്യിക്കുന്നു. എങ്ങോട്ട് പോയിട്ടാണ്? ഗുജറാത്തിലേക്ക് പോകാം അല്ലേ. ഗുജറാത്തിലെ സ്വരാഷ്ട്ര ഉപദ്വീപിലും കച്ച് മേഖലയിലൊക്കെ മഴ പെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പശ്ചിമ രാജസ്ഥാനിലും ആരവല്ലി കുന്നുകളിലും ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലും മഴ പെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ ശാഖ പല സ്ഥലങ്ങളിലും മഴ പെയ്യിക്കുന്നുണ്ട്. ഗുജറാത്തിലെ കച്ച് തീരത്താണെങ്കിലും അതുപോലെ തന്നെ പശ്ചിമ രാജസ്ഥാനിലും ആരവല്ലി കുന്നുകളിലും ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലും മഴ പെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്കൊന്നുകൂടി നോക്കിയാലോ. നമ്മൾ എന്താ പറഞ്ഞത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളാണ് ഇന്ത്യയിൽ മൺസൂണിനെ കാരണമാക്കുന്നത്. അങ്ങനെ സൂര്യൻ ഹിമാലയത്തോട് ചേർന്ന് വരുമ്പോഴാണ് ഇന്ത്യയിൽ മൺസൂൺ ആരംഭിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇന്ത്യയിൽ മൺസൂൺ ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ ഉത്തരാർദ്ധഗോളത്തിലെ ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എങ്ങോട്ട് പോകുകയാണ്? ദക്ഷിണായന രേഖയിലേക്ക്, ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോകുകയാണ് ഭൂമധ്യരേഖ മുറിച്ചിട്ട്. എന്നിട്ട് അവിടെ കോറിയോലിസ് ബലത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുകയാണ്? തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വീശാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ മൺസൂൺ ആരംഭിക്കുന്നത്. അങ്ങനെ ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂണിൻ്റെ ഭാഗമാണ് ഈ അറബിക്കടൽ ശാഖ എന്ന് പറയുന്നത്. ഈ അറബിക്കടൽ ശാഖ 3 ശാഖകളാണുള്ളത്. അതിലൊരു ശാഖ എങ്ങോട്ട് പോകുകയാണ്? പശ്ചിമഘട്ട മലനിരകൾ. ഒരു ശാഖ എന്നത് പശ്ചിമഘട്ട മലനിരകളിലേക്ക് പോകുകയാണ്. അപ്പോൾ ഈ പശ്ചിമഘട്ട മലനിരകളെ തടഞ്ഞു നിർത്തിയിട്ട് എന്ത് സംഭവിക്കും? കേരളത്തിൽ മഴ പെയ്യിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ശാഖ അല്ലെ, അറബിക്കടലിൻ്റെ രണ്ടാമത്തെ ശാഖ എന്ന് പറയുന്നത് മുംബൈ ഭാഗത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് മധ്യ ഇന്ത്യയിലേക്ക് എത്താണ്. അവിടെ ചെന്ന് സംഭവിക്കും? നർമ്മദ താപ്തി താഴ്വരകളിലൂടെ പോകും. എന്നിട്ട് അത് മധ്യ ഇന്ത്യയിൽ മഴ പെയ്യിക്കും. അതിനുശേഷം അത് ഗംഗാ സമതലത്തിലേക്ക് പോകും. എന്നിട്ട് ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ട് ചേരുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ശാഖ നമ്മൾ എന്താ പറയുന്നത്? മൂന്നാമത്തെ ശാഖ ഗുജറാത്തിലെ കച്ച് തീരങ്ങളിലും അതുപോലെ തന്നെ രാജസ്ഥാൻ ആരവല്ലി പർവ്വതനിരകൾ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ മഴ പെയ്യിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഗോരുമാര ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഗോരുമാര ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ദേശീയ ഉദ്യാനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ഏത് സംസ്ഥാനത്താണ്? ബംഗാളിലാണ് ഗോരുമാര ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ബംഗാളിലാണ്. ബുക്സ കടുവാ സങ്കേതം, ജലദപ്പാറ ദേശീയ ഉദ്യാനം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പേര് ചിലപ്പോൾ കേട്ട് പരിചയമുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഗോരുമാര ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലുള്ള വേറെ ദേശീയ ഉദ്യാനങ്ങൾ ഏതാണ്? ജലദപ്പാറ ദേശീയ ഉദ്യാനം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ബുക്സ കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ജമ്മു കാശ്മീരിലെ ഹെമിസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഹെമിസ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് ഹെമിസ് സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന ശ്രീശൈലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം. അപ്പോൾ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് ഹെമിസ് ആണ്, ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം എന്ന് പറയുന്നത് നാഗാർജുന
നാഗാർജുന ശ്രീശൈലമാണ്. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവാ സങ്കേതം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവാ സങ്കേതം, ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞു അല്ലേ, ഏറ്റവും വലുത് നമ്മൾ എവിടെയാണ് പറഞ്ഞത്? നാഗാർജുന ശ്രീശൈലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം എന്ന് പറഞ്ഞു. ഏറ്റവും ചെറുത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഭോറാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവാ സങ്കേതം. സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇനി നമുക്ക് അസാമിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ നോക്കാം. മനാസ് ദേശീയോദ്യാനം, കാസിരംഗ ദേശീയോദ്യാനം, നാമേരി ദേശീയോദ്യാനം, ഒറാങ് ദേശീയോദ്യാനം തുടങ്ങിയവ അസാമിലാണ്. ഇതിൽ കാസിരംഗ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. കാസിരംഗയാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം മനസ് ദേശീയോദ്യാനം, കാസിരംഗ ദേശീയോദ്യാനം, നാമേരി ദേശീയോദ്യാനം, ഒറാങ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അസാമിലാണ്. നംദഫ ദേശീയോദ്യാനം, കംലുങ് കടുവാ സങ്കേതം, പക്കൂയി കടുവാ സങ്കേതം തുടങ്ങിയവ അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലുള്ളത് ഏതൊക്കെയാണ്? നംദഫ ദേശീയോദ്യാനം, കംലുങ് കടുവാ സങ്കേതം, പക്കൂയി കടുവാ സങ്കേതം എന്നിവ അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഗോരുമാര ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ്. അതുപോലെ തന്നെ ജലദപാറ ദേശീയോദ്യാനം, ബുക്സ കടുവാ സങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് ആണ്. ഹെമിസ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ കടുവാ സങ്കേതം ചോദിക്കുകയാണെങ്കിൽ നാഗാർജുന ശ്രീശൈലമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇനി ഏറ്റവും ചെറിയ കടുവാ സങ്കേതം എവിടെയാണ്? ബോറാണ്. ബോർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്? മനസ് ദേശീയോദ്യാനം, കാസിരംഗ ദേശീയോദ്യാനം, നാമേരി ദേശീയോദ്യാനം, ഒറാങ് ദേശീയോദ്യാനം തുടങ്ങിയവ എവിടെയാണ്? അസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ പ്രധാന കടുവാ സങ്കേതം ഏതാണ്? പക്കൂയി കടുവാ സങ്കേതം, കംലൂങ് കടുവാ സങ്കേതമൊക്കെ എന്താണ്? അരുണാചൽ പ്രദേശിലെയാണ്. നംദഫ ദേശീയോദ്യാനം ചോദിക്കാറുണ്ട്. നംദഫ ദേശീയോദ്യാനം എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. എങ്ങനെ പഠിക്കാം? എക്കൽ അങ്ങനെ പഠിച്ചിരിക്കുക അല്ലേ. നെല്ല് എക്കൽ എന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. നമുക്ക് മണ്ണിനെ കുറിച്ച് ചെറിയൊരു പോർഷൻ നോക്കിയാലോ. ഉത്തര മഹാസമതലത്തിൽ കണ്ടുവരുന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളതുമായ മണ്ണാണ് എക്കൽ മണ്ണ്. അപ്പോൾ ഈ എക്കൽ മണ്ണ് എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? കൂടുതലായിട്ട് ഉത്തര മഹാസമുദ്രത്തിലാണ് കണ്ടുവരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണും എക്കൽ മണ്ണാണ്. ചോദിക്കാൻ 2 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഉത്തര മഹാസമുദ്രത്തിൽ കണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പുതിയ എക്കൽ മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ എക്കൽ മണ്ണിനെ ഖാദർ എന്നാണ് അറിയപ്പെടുന്നത്. ചോദിക്കാറുണ്ട്. പുതിയ എക്കൽ മണ്ണ് ഏതാണ്? ഖാദർ എന്നാണ് അറിയപ്പെടുന്നത്. പഴയ എക്കൽ മണ്ണ് ബങ്കർ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. നമുക്കൊരു പോയിന്റിൽ തന്നെ 4 ക്വസ്റ്റ്യൻ കിട്ടി. നോക്കിയേ. ഉത്തര മഹാസമുദ്രത്തിൽ കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. അതുപോലെ തന്നെ എക്കൽ മണ്ണിനെ നമുക്ക് 2 മണ്ണുണ്ട് അല്ലേ. പുതിയതുണ്ട്, പഴയതുണ്ട്. പുതിയ എക്കൽ മണ്ണിനെ അറിയപ്പെടുന്നത് ഖാദർ എന്നും പഴയ എക്കൽ മണ്ണിനെ അറിയപ്പെടുന്നത് ബങ്കർ എന്നാണ്. ഭംഗിയില്ലാത്ത മണ്ണാണ് അല്ലേ ഖാദർ എന്താ പറയുന്നത്? എക്കൽ മണ്ണല്ലേ ഭംഗിയില്ലാത്ത മണ്ണാണ്. അതായത് പഴയത് ഭംഗിയില്ല എന്നൊക്കെ പഠിച്ചിരിക്കുക. പഴയത് ഭംഗിയില്ലാത്ത എക്കൽ മണ്ണ് അല്ലേ, അതായത് ബങ്കർ. ഓക്കെ, പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ബങ്കർ എന്ന പേരിലാണെന്നും പഠിച്ചു വയ്ക്കാം. ഇനി പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ചോദിക്കാറുണ്ട് അല്ലേ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണും അതുപോലെ തന്നെ റബ്ബറിന് അനുയോജ്യമായ മണ്ണ്, പരുത്തി, റബ്ബർ എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അല്ലേ. കറുത്ത മണ്ണ്. ഓക്കെ, പരുത്തി കൃഷിക്ക് അനുയോജ്യമായതും ഭൗമോപരിതലത്തിലൂടെ തൊട്ടടിയിൽ രൂപം കൊള്ളുന്നതും ലാവ, മാഗ്മ എന്നിവയ്ക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നതുമായ മണ്ണിനമാണ് കറുത്ത പരുത്തി മണ്ണ് എന്ന് പറയുന്നത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായതും ഭൗമോപരിതലത്തിന് തൊട്ടടിയിൽ രൂപം കൊള്ളുന്നതും ലാവ, മാഗ്മ എന്നിവയ്ക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നതുമായ മണ്ണിനമാണ് കറുത്ത പരുത്തി മണ്ണ്. അപ്പോൾ കറുത്ത പരുത്തി മണ്ണ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? എങ്ങനെയാണ്? ഭൗമോപരിതലത്തിന് താഴെയായിട്ട് എന്തുണ്ട്? ലാവയും മാഗ്മ ഒക്കെ ഉണ്ട് അല്ലേ. ഈ ലാവയ്ക്കും മാഗ്മയ്ക്കും ഒക്കെ എന്ത് സംഭവിക്കും? അപക്ഷയം സംഭവിക്കും. അങ്ങനെ ഉണ്ടാകുന്ന മണ്ണാണ് ഈ കറുത്ത പരുത്തി മണ്ണ് എന്ന് പറയുന്നത്.
ഇനി ഈ കറുത്ത പരുത്തി മണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? ജലാകിരണ ശേഷി പൊതുവെ കുറഞ്ഞതും ജലസംഭരണ ശേഷി കൂടിയതാണ്. ജല ആകിരണ ശേഷി പൊതുവെ കുറവാണ്, എന്നാൽ ജലസംഭരണ ശേഷി കൂടുതലാണ്. കളിമൺ സ്വഭാവമുള്ളതുമായ മണ്ണാണ് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന കറുത്ത പരുത്തി മണ്ണ്. അപ്പോൾ കളിമൺ സ്വഭാവമുള്ള മണ്ണും കൂടിയാണ് ഈ കറുത്ത പരുത്തി മണ്ണ്. അതിന് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് റിഗർ മണ്ണ്, അല്ലെങ്കിൽ ചർണോസം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. റിഗർ മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കറുത്ത പരുത്തി മണ്ണാണ്. അപ്പോൾ ജലാകിരണ ശേഷി പൊതുവെ കുറവാണെന്നാൽ ജലസംഭരണ ശേഷി കൂടുതലാണ്. കളിമൺ സ്വഭാവമുള്ളതുമായിട്ടുള്ള മണ്ണാണ് ഈ റിഗർ മണ്ണ് എന്ന് പറയുന്നത്. ഇരുമ്പിൻ്റെ അംശം കൂടിയതും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ കാണപ്പെടുന്നതും കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നതുമായ മണ്ണാണ് ചെമ്മണ്ണ്. അപ്പോൾ ചെമ്മണ്ണ് എന്ന് പറയുന്നത് എന്താണ്? ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണ് ഏതാണ്? ചെമ്മണ്ണാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ കാണപ്പെടുന്നതാണ് അല്ലേ. ചെമ്മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് ഈ ചെമ്മണ്ണ് രൂപപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, മണ്ണിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം അല്ലേ. എന്താണ് പറഞ്ഞത്? നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. ഈ എക്കൽ മണ്ണ് എന്ന് പറയുന്നത് ഉത്തര മഹാസമുദ്രത്തിലാണ് കണ്ടുവരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളതുമായ മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഈ പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്നാണ്. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് എന്താണ്? ഭംഗർ എന്ന പേരിലുമാണ്. ഇനി പരുത്തി കൃഷിക്ക് അനുയോജ്യമായതും അതുപോലെ തന്നെ ഭൗമോപരിതലത്തിന് താഴെയായിട്ട് എന്തുണ്ട് രൂപം കൊടുത്തത്? ലാവ, മാഗ്മ എന്നിവയ്ക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നതുമായിട്ടുള്ള മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ്. ജലാകിരണ ശേഷി പൊതുവെ കുറഞ്ഞതും ജലസംഭരണ ശേഷി കൂടിയതും കളിമൺ സ്വഭാവമുള്ളതുമായിട്ടുള്ള മണ്ണ് കറുത്ത പരുത്തി മണ്ണാണ്. ഇതിനെ അറിയപ്പെടുന്നതാണ് റിഗർ മണ്ണും എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ഇരുമ്പിൻ്റെ അംശം കൂടിയതും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ കാണപ്പെടുന്നതും കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നതുമായ മണ്ണാണ് ചെമ്മണ്ണ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നതിൽ ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഗംഗാ നദിയുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗാ നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശരിയാണ് അല്ലേ. ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗാ നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശരിയാണ്. ഫറാക്കിൽ വെച്ച് ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്ത് സംഭവിക്കുകയാണ്? ഗംഗാ നദി എങ്ങനെയാണ് പ്രവേശിച്ചത്? ഹരിദ്വാറിൽ വെച്ചിട്ടാണ് പ്രവേശിച്ചത്. അതിനുശേഷം അത് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഫറാക്കിൽ വെച്ചിട്ടാണ് ഈ ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത്. അളകാനന്ദ ഭഗീരഥി നദികളുടെ സംഗമ ഫലമായാണ് ഗംഗാ നദി രൂപപ്പെടുന്നത്. അപ്പോൾ ഗംഗാ നദി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അളകാനന്ദ ഭഗീരഥി നദികളുടെ സംഗമ ഫലമായാണ് ഗംഗാ നദി രൂപപ്പെടുന്നത്. അളകാനന്ദ ഭഗീരഥി നദികളുടെ സംഗമ ഫലമായാണ് ഗംഗാ നദി രൂപപ്പെടുന്നത്. ഇന്ത്യയിൽ 2000 കിലോമീറ്ററിന് മുകളിൽ ഒഴുകുന്ന ഏക നദി ഗംഗയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഗംഗ ഒഴുകുന്നത് എത്ര കിലോമീറ്ററിന് മുകളിലാണ്? 2000 കിലോമീറ്ററിന് മുകളിലാണ് ഒഴുകുന്നത്. അത് കാരണം തന്നെ ഇന്ത്യയിൽ 2000 കിലോമീറ്ററിന് മുകളിൽ ഒഴുകുന്ന ഏക നദിയും കൂടിയാണ് ഈ ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത് ഗംഗയെ കുറിച്ചിട്ട്? ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗാ നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഫറാക്കിൽ വെച്ച് ഗംഗാ നദി എന്ത് സംഭവിക്കുന്നുണ്ട്? ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അളകാനന്ദ ഭഗീരഥി നദികളുടെ സംഗമ ഫലമായാണ് ഗംഗാ നദി രൂപപ്പെടുന്നത്. ഇന്ത്യയിൽ 2000 കിലോമീറ്ററിന് മുകളിൽ ഒഴുകുന്ന ഏക നദിയും കൂടിയാണ് ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗംഗയെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി പോയിന്റ്സ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദിയും ഗംഗയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ നദി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയൊക്കെ ഏതാണ്? ഗംഗയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ജീവരേഖ, ഇന്ത്യൻ നദികളുടെ മാതാവ്, ഇന്ത്യയുടെ പുണ്യനദി എന്നിങ്ങനെ ഗംഗാ നദി അറിയപ്പെടുന്നുണ്ട്. ഗംഗാ നദി അറിയപ്പെടുന്നതൊക്കെയാണ് ഇന്ത്യയുടെ ജീവരേഖ, ഇന്ത്യൻ നദികളുടെ മാതാവ്, ഇന്ത്യയുടെ പുണ്യനദി എന്നിങ്ങനെയൊക്കെ ഗംഗാ നദി അറിയപ്പെടുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പാപനാശിനി എന്നാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ കീർത്തിനാശിനി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പാപനാശിനി എന്നും ബംഗ്ലാദേശിൽ കീർത്തിനാശിനി എന്നറിയപ്പെടുന്ന ഏത് നദിയാണ്? ഗംഗയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും ആഴം കൂടിയ നദി, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയ നദി, ഇന്ത്യയിൽ ഏറ്റവും മാലിന്യം കുറഞ്ഞ നദി എന്നീ പ്രത്യേകതകളുള്ള നദി ബ്രഹ്മപുത്രയാണ്. അപ്പോൾ ബ്രഹ്മപുത്രയെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് എന്താ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും മാലിന്യം കുറഞ്ഞ നദിയും കൂടിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഈ ബ്രഹ്മപുത്രയെ കുറിച്ച് നമ്മൾ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ചുവന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ചുവന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്
അറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. അസ്സാമിൻ്റെ ദുഃഖം എന്ന പേരിലും അറിയപ്പെടുന്നതാണ് ബ്രഹ്മപുത്ര നദിയാണ്. ചുവന്ന നദി എന്നും അസ്സാമിൻ്റെ ദുഃഖം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ വടക്കേയറ്റത്തെ നദി ഏതാണ്? ഇന്ത്യയിലെ വടക്കേയറ്റത്തെ നദി ഏതാണ്? സിന്ധു നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വടക്കേയറ്റത്തെ നദി. സിന്ധു നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയും ഏറ്റവും വലിയ ഹിമാലയൻ നദിയും സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഹിമാലയൻ നദി ചോദിക്കുകയാണെങ്കിലും ഏതാണ്? സിന്ധുവാണ്. അപ്പോൾ നദീനെ കുറിച്ച് നാം എന്തൊക്കെയാണ് പറയുന്നത്? ഗംഗാ നദീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഇത് പ്രവേശിക്കുന്നത്. ഗംഗാ നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം ബംഗ്ലാദേശിലേക്ക് കിടക്കുന്നതിനായിട്ട് ഫറാക്കിൽ വെച്ചിട്ട് ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അളകാനന്ദ, ഭഗീരഥി നദികളുടെ സംഗമ ഫലമായിട്ടാണ് ഈ ഗംഗാ നദി രൂപപ്പെടുന്നത്. ഇന്ത്യയിൽ 2000 കിലോമീറ്ററിന് മുകളിൽ ഒഴുകുന്ന ഏക നദി കൂടിയാണ് ഈ ഗംഗാ നദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഏതാണ്? ഗംഗാ നദിയാണ്. എന്താണ് ഗംഗാ നദി ഇന്ത്യയിൽ അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ജീവരേഖ, ഇന്ത്യൻ നദികളുടെ മാതാവ്, ഇന്ത്യയുടെ പുണ്യനദി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഗംഗാ നദിയാണ്. ഇനി ഇന്ത്യയിലെ പാപനാശിനി എന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ കീർത്തനാശിനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഇനി ബ്രഹ്മപുത്രയെ കുറിച്ച് എന്താ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയ നദിയെ ഇന്ത്യയിലെ ഏറ്റവും മാലിന്യം കുറഞ്ഞ നദി കൂടിയാണ് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത്. ഈ ബ്രഹ്മപുത്ര നദിയെ അറിയപ്പെടുന്നത് എന്താണ്? ചുവന്ന നദി എന്നും അസ്സാമിൻ്റെ ദുഃഖം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും വടക്കേയറ്റത്തുള്ള നദിയാണ് സിന്ധു നദി. സിന്ധു നദി ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഹിമാലയ നദിയും കൂടിയാണ് ഈ സിന്ധു നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.